DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 19 തിങ്കൾ. ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് ആശ്വാസവാർത്ത എത്തിയിരിക്കുകയാണ്. രേഖകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടിയിട്ടുണ്ട്. പേരില്ലാത്തവർക്ക് രേഖകൾ സമർപ്പിക്കാൻ ഈ മാസം 30-ാം തീയതി വരെയാണ് ഇലക്ഷൻ കമ്മീഷൻ സമയം അനുവദിച്ചിരുന്നത്. നേരത്തെ 22-ാം തീയതി വരെയായിരുന്നു സമയം നൽകിയത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം നീട്ടി നൽകിയത്. അതോടൊപ്പം SIRൽ പുതിയ പാസ്പോർട്ടുകാരുടെ പേര് ചേർക്കാൻ കഴിയാത്തത് പരിഹരിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്യുന്നതിലെ നിയന്ത്രണമാണ് നീക്കിയിരിക്കുന്നത്. പാസ്പോർട്ടിൽ 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വരുന്ന നമ്പറുള്ളവർക്ക് നേരത്തെ അപേക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വിദേശത്ത് താമസിച്ചു വരുന്ന ഇന്ത്യൻ പൗരന്മാർക്കാണ് പ്രവാസി വോട്ടർ എന്ന ഗണത്തിൽ വോട്ട് ചേർക്കാൻ കഴിയുക. ഇതിന് പാസ്പോർട്ട് നമ്പർ നിർബന്ധമാണ്. പഴയ പാസ്പോർട്ടുകളിൽ ആദ്യം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരക്ഷരവും പിന്നീട് 7 സംഖ്യകളുമാണ് ഉണ്ടാവുക. ഈ രീതിയിലുള്ള പാസ്പോർട്ട് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ തടസ്സമില്ല. എന്നാൽ പുതിയ പാസ്പോർട്ടുകളിൽ ആദ്യ 2 ഇംഗ്ലീഷ് അക്ഷരത്തിന് ശേഷമാണ് നമ്പറുകൾ വരുന്നത്. ഇത്തരം പാസ്പോർട്ട് ഉള്ളവർക്ക് ഫോം 6A പ്രകാരം അപേക്ഷിക്കാൻ കഴിയുന്നില്ലെന്നും പരാതി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പാസ്പോർട്ട് എൻ്റർ ചെയ്യുന്നതിലെ ഈ നിയന്ത്രണം നീക്കിയിരിക്കുകയാണ്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് 15 വർഷത്തിലധികം പഴക്കമുള്ള മോട്ടോർ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനാ ഫീസ് കുത്തനെ കുറച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച നിരക്കിൽ ഏകദേശം 50% കുറവ് വരുത്തിയുള്ള വിജ്ഞാപനം ഗതാഗത വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നതായും സർക്കാർ അറിയിച്ചു. അടുത്തറിയിപ്പ്, പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടിക പരിശോധന അന്തിമഘട്ടത്തിലാണ്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചവരുടെ രേഖകൾ പരിശോധിക്കുന്നതിനും അപ്രൂവൽ നൽകുന്നതിനുമുള്ള നടപടികൾ ഇപ്പോൾ നടന്നു വരികയാണ്. അപേക്ഷകർ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ആക്റ്റീവ് ആണെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം അപേക്ഷയിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ റിട്ടേൺ ടു സിറ്റിസൺ എന്ന ഓപ്ഷൻ വഴി അത് തിരുത്തി വീണ്ടും സമർപ്പിക്കാൻ സാധിക്കും. അർഹരായവർക്ക് പ്രതിമാസം 1000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ലഭിക്കുക. ഫെബ്രുവരി മാസം മുതൽ ഈ തുക വിതരണം ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയോ PM കിസാൻ ആനുകൂല്യമോ കൈപ്പറ്റുന്നവർക്ക് നിലവിൽ അപേക്ഷിക്കുന്നതിന് തടസ്സമില്ലെന്നും എന്നാൽ മറ്റ് ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് ഇത് ലഭിക്കാൻ സാധ്യതയില്ലെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തറിയിപ്പ്, ജനുവരി മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ പുരോഗമിക്കുകയാണ്. നാളെ സർക്കാർ ഒരു കടമെടുപ്പ് നടത്തുന്നുണ്ട്. ഈ തുക ലഭിച്ചാൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാന ബജറ്റ് ജനുവരി 29-നാണ്. അതിനാൽ തന്നെ അതിനു മുൻപായി പെൻഷൻ വിതരണം പൂർത്തിയാക്കാനായിരിക്കും സർക്കാർ ശ്രമം. ജനുവരി 20-ന് ശേഷം പെൻഷൻ വിതരണം ആരംഭിക്കാനാണ് സാധ്യത. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.